പരമ്പരാഗതമായി അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് റഷ്യയുമായി ഇല്ലാത്ത ബന്ധമാണ് ഡൊണാൾഡ് ട്രംപിന് റഷ്യയോടുള്ളത്. ഇതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്താവാം? യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതിനു ശേഷം അനവധി തവണ പുടിനുമായി രഹസ്യ ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ട്രംപ് ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. 2020 ട്രംപ് മോസ്കോയിലേക്ക് കോവിഡ് ടെസ്റ്റിംഗ് കിറ്റുകൾ അയച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ട്രംപ് ഇത് നിഷേധിക്കുകയും പുടിൻ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പുടിനും ട്രംപും ആദ്യമായി മുഖാമുഖം ഒഫീഷ്യൽ ചർച്ച നടത്തുന്നത് 2017 ജൂലൈ G20 സബ്മിറ്റിലാണ്. ഈ ചർച്ചയിൽ ട്രംപിനോടൊപ്പം ഉണ്ടായിരുന്നത് ട്രംപിന്റെ സെക്രട്ടറി പുടിനും പുടിന്റെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായിരുന്നു. 2 മണിക്കൂറോളം അടച്ചിട്ട മുറിയിൽ ചർച്ചകൾ നടന്നു. ഇന്റർപ്രിറ്റേഴ്സും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ചർച്ചകൾക്ക് ശേഷം ഇന്റർപ്രിറ്റേഴ്സിന്റെ നോട്ടുകൾ തിരിച്ചു വാങ്ങുകയും ഇന്റർപ്രിറ്റേഴ്സിനോട് മീറ്റിംഗിനെ പറ്റി പുറത്തു പറയരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അമേരിക്കൻ മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റ് അന്ന് തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് ട്രംപ് പുടിനുമായി 5ഓളം മീറ്റിംഗുകൾ കൂടിയിട്ടുണ്ടെന്നും എന്നാൽ ഇതിനൊന്നും ഒരു റെക്കോർഡുകളും ഇല്ലെന്നാണ്. ട്രംപിനെ ഭയപ്പെടുത്തുന്ന എന്ത് തുരുപ്പ് ചീട്ടുകളാണ് പുടിന്റെ കയ്യിലുള്ളത്? മറ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ സ്വകാര്യ ജീവിതവും സാമ്പത്തിക ഇടപാടുകളും ശേഖരിച്ചു വെക്കുന്ന റഷ്യയുടെ പഴയ തന്ത്രമാണ് ഇതിന്റെ പിന്നിലെന്നാണ് പ്രബലവാദം. യുക്രൈൻ യുദ്ധത്തിൽ സഖ്യരാജ്യങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലും വെറുപ്പിച്ച് ട്രംപ് നിലപാടെടുക്കുന്നതിന് കാരണം എന്താവാം? വ്ളാഡിമിർ സെലൻസ്കിയാണ് യുദ്ധം തുടങ്ങിയതെന്നും ഏകാധിപതിയാണെന്നും വരെ കടത്തി പറഞ്ഞു ട്രംപ്. അതായത് ഇത്രയും നാൾ വ്ളാഡിമിർ പുടിൻ പറഞ്ഞതിനെ മൊത്തം അംഗീകരിക്കുകയാണ് ട്രംപ്. എന്തിനാണ് പുടിനോട് ലോക നേതാവ് എന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇത്ര വിധേയത്വം കാണിക്കുന്നത്? ട്രംപ് ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് റഷ്യയിൽ പല തവണ യാത്ര ചെയ്യുകയും പല സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്തിരുന്നു. ഈ സമയത്തുള്ള ചില രഹസ്യ വിവരങ്ങൾ പുടിന്റെ കൈകളിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. മോസ്കോയിലെ ഒരു ഹോട്ടലിൽ സ്ത്രീകളെ അടക്കം എത്തിച്ചു കൊടുത്തുവെന്നും അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പുടിന്റെ കയ്യിലുണ്ടെന്നുമാണ് വിലയിരുത്തുന്നത്. അതോടൊപ്പം ട്രംപ് നടത്തിയ ചില സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളും പുടിന്റെ കയ്യിലുണ്ട്. പുടിൻ ട്രംപിനെ തന്റെ നിയന്ത്രണത്തിൽ എത്തിച്ച ശേഷം ട്രംപിനെ പ്രസിഡന്റാക്കാൻ 2016 ഇടപെടൽ നടത്തിയതായി FBI തന്നെ പുറത്തു പറഞ്ഞിരുന്നു. എന്നാൽ സ്വന്തം രാജ്യത്തെ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ ട്രംപ് നിരാകരിക്കുകയായിരുന്നു. ഇതോടൊപ്പം മുൻ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഓഫീസർ ക്രിസ്റ്റഫർ സ്റ്റീൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ലോകത്തെ ഞെട്ടിച്ചിരുന്നു. ക്രിസ്റ്റഫർ സ്റ്റീൽ അന്ന് പറഞ്ഞത് പുടിന്റെ കയ്യിൽ ട്രംപിന്റെ രഹസ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് രഹസ്യമായി ട്രംപിനെ പ്രസിഡന്റാക്കാൻ റഷ്യ ശ്രമിച്ചത് എന്നാണ്. FBI തലവനായിരുന്ന ജെയിംസ് കോമി ട്രംപിനെതിരെ പുടിന്റെ കയ്യിലുള്ളത് വിവരങ്ങൾ സ്ഫോടനാത്മകമാണെന്ന് പറഞ്ഞിരുന്നു. അതോടെ ട്രംപ് ജെയിംസ് കോമിയെ പുറത്താക്കി. 2ാം ടേമിലും പുടിന് വഴിപ്പെട്ടാണ് ട്രംപ് പ്രവർത്തിക്കുന്നത് എന്നതിനുള്ള സൂചനകളാണ് വരുന്നത്. യുക്രൈൻ വിഷയത്തിൽ സെലൻസ്കിയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഉൾപ്പെടുത്താത്ത റഷ്യ അമേരിക്കൻ ചർച്ച സംശയം ബലപ്പെടുത്തുന്നു.